ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? ഇന്ന് എൻ്റെ കൂടെ ഗെറ്റ് റെഡി മീ ചെയ്യാനായിട്ട് വേറെ ആളും കൂടി ഉണ്ട്. വാ വാ വാ, അതേ ചേട്ടനും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണത്. അപ്പോൾ ചേട്ടൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പം ഞങ്ങൾ പിള്ളേരില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേരില്ല. പിള്ളേർ അവിടെ നാട്ടിൽ ചേട്ടൻ്റെ അച്ഛനമ്മയുണ്ട്, എൻ്റെ വീട്ടുകാരുണ്ട്. അങ്ങനെ അവരെടുത്ത് ആക്കിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. ഇത് വന്നിട്ട് ഞാനൊരു 200 രൂപയ്ക്ക് എടുത്ത ടോപ്പാട്ടോ. നല്ല അടിപൊളി ടോപ്പായിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. ചുമ്മാ ഞങ്ങൾ വെറുതെ എല്ലാവരും ചെയ്യണമല്ലോ, അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചാട്ടോ. അപ്പം ഞാൻ ദേ നമ്മുടെ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ എടുത്ത് വന്നപ്പോൾ ചേട്ടൻ്റെ വർക്കിലാട്ടോ. അങ്ങനെ ഞാൻ ദേ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നില സിറപ്സിൻ്റെ നമ്മുടെ ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ആട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ലേഡീസിന് മാത്രം അങ്ങനെയല്ല, നമുക്കിത് യൂണിസെക്സ് ആണ്. അതായത് നമുക്ക് ജെൻസിനും ലേഡീസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ ചേട്ടൻ ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്ത് നോക്കി നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഫേസിലിട് ഇത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇട്ടു കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുത്തപ്പോഴേ അങ്ങനെ അതിന് ശേഷം നമ്മുടെ നില സിറപ്സിൻ്റെ എന്താ പറയുക, നമ്മുടെ കുങ്കുമാതി സൺ പ്രൊട്ടക്ഷൻ ലോഷൻ ഇട്ടു. അത് നമുക്ക് അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ബാംഗ്ലൂരുള്ളത്, നല്ല ചൂടുണ്ട്, പുറത്തേക്ക് ഇറങ്ങാൻ വെയിലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിട്ട് ബ്ലെൻഡ് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിസെക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റണം. അതായത് നമുക്ക് ജെൻസിനും ലേഡീസിനൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്, SPF 50 ആട്ടോ. അടിപൊളിയായിട്ടാണ്. നമുക്ക് ഈ വെയിലത്തൊക്കെ നമുക്ക് നല്ല രീതിക്ക് നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നാച്ചുറലായിട്ടൊരു ഗ്ലോ കണ്ടോ. ഇപ്പം എൻ്റെ ആണെങ്കിൽ ചേട്ടൻ്റെ സ്കിന്നിലൊക്കെ ആ ഒരു ഗ്ലോയും നമുക്ക് കിട്ടും നാച്ചുറലായിട്ട്. അതിന് ശേഷം ഇനി ഞാൻ ഒരുങ്ങാം കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഒരു എന്താ പറയുക, ലാക്മിയുടെ ഒരു മൂസ് ഫൗണ്ടേഷനും പ്ലസ് നമുക്കൊരു മാക്കിൻ്റെ ഒരു സ്ട്രോപ്പ് ക്രീം ആട്ടോ. അത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടുക. അതിങ്ങനെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫീൽ തരും ചെയ്യും. അപ്പോൾ നമുക്കൊരു ചെറിയൊരു നാച്ചുറൽ ഗ്ലോ. പ്ലസ് നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരു മൂസ് ഫൗണ്ടേഷനാണ്, അതുകൊണ്ട് തന്നെ വല്ലാണ്ട് ഓയിലി ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ ചേട്ടനോടെ ചേട്ടൻ്റെ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ ഫൗണ്ടേഷനൊക്കെ ഒന്ന് സെറ്റാക്കി, പിന്നെ ഐബ്രോ ഒന്ന് ഞാൻ ഒന്ന് ആക്കി, അതായത് ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് വെച്ചു. അതിന് ശേഷം നമ്മുടെ എൻ്റെ കയ്യിലിങ്ങനെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഉള്ളത് കാരണം ഇതിൻ്റെ ടോപ്പ് ഇങ്ങനെ ഊരാൻ പറ്റുന്നില്ല, നമ്മുടെ ലിപ് ലൈനറിൻ്റെ. ചേട്ടനോട് അതേ പണിയെടുക്കുന്നുണ്ടെന്തോ. അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടു. അങ്ങനെ നമ്മുടെ ഒരുക്കം കഴിഞ്ഞു. അപ്പം ഞാൻ മുടിയും കൂടി ഒന്ന് കെട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. ചേട്ടനാണെങ്കിൽ വെള്ളമൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ വെള്ളമൊക്കെ കൊണ്ടുപോകും, പുറത്തുനിന്ന് മേടിക്കണ്ടല്ലോ. പിന്നെ ഇത് വന്നിട്ട് എനിക്കൊരു PR വഴി കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സൺസ്ക്രീനാണ്. അത് നമുക്ക് സ്പ്രേ സൺസ്ക്രീൻ, അത് ഞാൻ അടുത്ത ബാഗിൽ വെച്ചിട്ടു. പിന്നെ ഈ ബാഗ് എന്ന് പറഞ്ഞാൽ സാവനേന്ന് മേടിച്ച് നല്ല റേറ്റ് കുറഞ്ഞ് മേടിച്ചതാട്ടോ. അടിപൊളി ബാഗാണ്. അപ്പം ഞാനിത് ഞങ്ങൾ മാത്രമായിട്ട് വരില്ല, അപ്പം അധികം ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബാഗ് ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാമല്ലോ. നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്പെക്സ്, ഹാറ്റ്, തൊപ്പി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അടിപൊളി സാധനം കേട്ടോ. പിന്നെ സൺസ്ക്രീനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഔട്ട്ഫിറ്റിനെ കുറിച്ച് പറയാനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കോട്ടൺ കനം കുറഞ്ഞ ഔട്ട്ഫിറ്റാണ്. പിന്നെ സ്ലീവ്ലെസ് ആണ്, പിന്നെ സ്ക്വയർ നെക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങാൻ പോകാം കേട്ടോ. ബൈ.